ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. അവയ്ക്ക് പിന്നിൽ കാണാത്ത ഒരു പിറവിയുടെ കാലമുണ്ട്. ഒരു കൊച്ചു കഥ നമ്മുടെ ചിന്തയ്ക്കായി. ഒന്ന്. ഹലോ, ഡോക്ടറല്ലേ? അതെ, ആരാ? എന്നെ മനസ്സിലായോ? ഞാൻ സെബാസ്റ്റ്യനാണ്. സെബാസ്റ്റ്യനോ? ഇല്ല, മനസ്സിലായില്ലല്ലോ. സാറ് കഴിഞ്ഞ ആഴ്ച അമ്മയെ കൊണ്ടുവന്നാക്കിയ ആ വൃദ്ധസദനത്തിലെ വാർഡനാണ്. ഓ, മനസ്സിലായി. എന്താ സെബാസ്റ്റ്യൻ, എന്താ കാര്യം? താങ്കളുടെ വീട്ടിലെ പട്ടി ഇവിടെയുണ്ട്. അമ്മയുടെ അടുത്ത് വന്ന് കൊണ്ടുപോയിക്കോളൂ. ഓഹോ, അവൻ അവിടെ എത്തിയോ? 4-5 ദിവസമായി അവനെ കാണാതായിട്ട്. ഇവിടെ വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പത്രത്തിലും പരസ്യം കൊടുത്തിരുന്നു. എന്തായാലും കിട്ടിയല്ലോ. താങ്ക് യു സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് തന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം. ചിന്തിക്കാൻ ഒരുപാടുള്ള ഒരു കൊച്ചു കഥ ഇന്നത്തെ കാലഘട്ടത്തിൽ. നല്ല ചിന്ത. എപ്പോഴും മൂകനായിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അധ്യാപകൻ കാര്യമന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അവ ഇടയ്ക്ക് ഓർമ്മയിൽ വരും. അധ്യാപകൻ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ വന്നയുടനെ അവന് നാരങ്ങ വെള്ളം കൊടുത്തു. കുടിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് ഭാവവ്യത്യാസം. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഉപ്പ് കൂടുതലാണ്. ആ വെള്ളം വാങ്ങി കളയാനൊരുങ്ങിയ അദ്ദേഹത്തോട് അവൻ പറഞ്ഞു, അത് കളയണ്ട, കുറച്ച് മധുരം കൂടി ഇടുകയോ വെള്ളം ചേർക്കുകയോ ചെയ്താൽ മതി. അദ്ദേഹം പറഞ്ഞു, നാരങ്ങ വെള്ളത്തിൻ്റെ രുചി കൂട്ടാൻ ഉപ്പെടുത്ത് കളയുകയോ വെള്ളം കളയുകയോ വേണ്ട, മധുരം കൂട്ടിയാൽ മതിയെന്ന് നിനക്കറിയാം. ഇതല്ലേ നീ ജീവിതത്തിലും കാണിക്കേണ്ടത്? തുന്നിച്ചേർക്കാമെങ്കിൽ പിച്ചി ചീന്തുന്നത് എന്തിന്? ചില മുറിപ്പാടുകൾ ശേഷിക്കാം. ഒരു ക്ഷതവുമേൽക്കാതെ എങ്ങനെ ജീവിക്കാനാകും? അത് നിർഗുണർക്ക് മാത്രം കഴിയുന്നതാണ്. മുറിവിനെ ഭയപ്പെടുന്നവർ ഒന്നിനും ഒരുമ്പെടില്ല. ഒരു കോട്ടയും സംഭവിക്കാതിരിക്കാനുള്ള എളുപ്പമാർഗം ഒന്നും ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ്. നികത്താനാകാത്ത ഒരു നഷ്ടവുമില്ല. നഷ്ടങ്ങളുടെ മുകളിൽ അടയിരിക്കുന്നത് മാത്രമാണ് പ്രശ്നം. ഒരിക്കൽ തകർന്നു എന്നതിൻ്റെ പേരിൽ പിന്നീട് ഒരിക്കലും തളിർക്കാതിരിക്കാം. എന്തു ചെയ്താലും ദുരിതം തന്നെ എന്ന് വിലപിച്ച് സ്വയം നിരാശയാൽ നിപതിക്കാം. ഇതിലും വലിയ അപകടങ്ങൾ സംഭവിച്ചേക്കാം എന്ന് ഭയന്ന് നിർജീവമാകാം. അത്തരക്കാർക്ക് ജീവിതത്തിൻ്റെ തുടർ ചലനങ്ങളൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. 2 ദിനവൃത്താന്തം 15:2. സഹനത്തിൻ്റെ തീച്ചൂളയിലും എന്നെ നെഞ്ചോട് ചേർത്ത നാഥ, വർണ്ണിക്കാനാവില്ല നിൻ്റെ സ്നേഹം. സഹനത്തിൻ്റെ തീച്ചൂളയിലും എന്നെ നെഞ്ചോട് ചേർത്ത നാഥ, വർണ്ണിക്കാനാവില്ല നിൻ്റെ സ്നേഹം.
നല്ല ചിന്ത. ഗുരു നല്ല ചിന്ത. സഞ്ചാരി ദീർഘദൂരം യാത്ര ചെയ്ത് ഗുരുവിൻ്റെ അടുത്തെത്തി. ഒരേ ഒരു ആഗ്രഹം, ബുദ്ധനാകണം. ഗുരു അദ്ദേഹത്തെ അനേകം ആളുകൾ തപസ് ചെയ്യുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നോക്കൂ, ഇവിടെ ഇപ്പോൾ തന്നെ 1000 ബുദ്ധന്മാരുണ്ട്. ഇനിയൊരു ബുദ്ധനെ കൂടി താങ്ങാൻ വയ്യ. നിനക്ക് എന്തുകൊണ്ട് നീ ആയിക്കൂടാ? നിൻ്റെ എല്ലാ പ്രത്യേകതകളോടും സൗന്ദര്യത്തോടും കൂടി. നാം എന്തിനാണ് മറ്റൊരാളാകുന്നത്? ഒരാളെപ്പോലെ അയാൾ മാത്രം മതി. 1000 ബുദ്ധരിൽ ഒരാളാകുന്നതിനേക്കാൾ നല്ലത് അവനവനായിരിക്കുന്നതല്ലേ? എല്ലാ മത്സരങ്ങളും അന്യനെ മറികടക്കാനുള്ള തൂക്കുപാലങ്ങളാണ്. ഇളകിയാടി ആദ്യമെത്തുമ്പോൾ എന്തിനെത്തി എന്ന് പോലും മറന്നുപോകും. തനിച്ചാകുന്നതിൽ തെറ്റില്ല. തനിമ നിലനിർത്താനാകുമെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ഗതിയും വിധിയും തീരുമാനിക്കരുത്.